ഭവീൻ ഉറപ്പോടെ പറഞ്ഞു. ഋഷിൻ സന്തോഷത്തോടെ അവനെ നോക്കി. എന്റെ സഹോദരനെ സംരക്ഷിക്കാൻ ഞാൻ ഇവന്റെ കൂടെ ഇത്രയും ദൂരം വന്നു ഒന്നിനെയും ഭയപ്പെടാതെ നിന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സഹോദരനെ തല്ലുന്നത് എത്ര മോശമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വെറുപ്പ് കലർന്ന അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ പ്രദീപ് കുറ്റബോധത്താൽ മുഖം ചുളിച്ചു. നോക്കി നിൽക്കാതെ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലാക്ക്. ഭവീൻ തന്റെ കൂടെയുള്ളവരോട് ആജ്ഞാപിച്ചു. അവന്റെ ആളുകൾ മുന്നോട്ട് വന്നു. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഒരടി കൂടി മുന്നോട്ട് വെച്ചാൽ ഒരാൾക്ക് പോലും ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ കഴിയില്ല. എനിക്കാദ്യം ഋഷിയോട് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ അവരെ വെറുതെ വിടാം. ദേവേന്ദ്രവർമ്മ തന്റെ വാക്കിംഗ് സ്റ്റിക്ക് വീശിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ട് ഋഷി അയാൾക്ക് മുന്നിലേക്ക് വന്നു. മുത്തച്ഛ, നിങ്ങളോട് വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇനിയും തീരെ മനസാക്ഷിയില്ലാതെ ഇങ്ങനെ പെരുമാറിയാൽ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ഭവീന്റെ ആളുകളെ നോക്കി കണ്ണു കാണിച്ചു. അവർ അവശരായി കിടന്നവരെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. മുമ്പ് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുത്തച്ഛ. എന്ത് കച്ചവടം നടത്തിയാലും നിങ്ങൾക്ക് ഇങ്ങനൊരു ദയയില്ലാത്ത പെരുമാറ്റമല്ലായിരുന്നു. പിന്നെ നിങ്ങൾ എപ്പോഴാണ് മുത്തച്ഛ ഇങ്ങനെ മാറിയത്? ഉത്തരം അറിഞ്ഞുകൊണ്ട് തന്നെ ഋഷൻ ചോദിച്ചു. ഇതിന് പിന്നിലെ സൂത്രധാരൻ ആരാണെന്ന് അവൻ അറിയുകയും ചെയ്യാം. മുത്തച്ഛനെ തന്നിഷ്ടത്തിന് കൈകാര്യം ചെയ്യുന്നതും അയാളാണ്. അച്ഛന്റെ മനസ്സിൽ വിശ്വസ്തനായി നിലയുറപ്പിക്കാൻ പ്രദീപ് ആദ്യം മുതൽ തന്നെ ഒരുപാട് പരിശ്രമിച്ചു. അതിനുശേഷം പ്രതാപനെയും കുടുംബത്തെയും കുറിച്ച് അയാളോട് ഓരോന്ന് പറഞ്ഞുകൊടുത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് അയാൾ മകനെ അന്ധമായി വിശ്വസിക്കാൻ തുടങ്ങി. അവൻ ഒരു മണ്ടനും വിലകെട്ടവനുമാണെന്ന് മൂത്ത മകനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. അതേസമയം ഋഷിൻ ചെറുപ്പം മുതലേ വളരെ ബുദ്ധിമാനായതിനാൽ ദേവേന്ദ്രൻ അവനോട് പ്രത്യേക സ്നേഹമുണ്ട്. അത് പ്രദീപിന് തീരെ ദഹിച്ചില്ല. അവനോടുള്ള ഇഷ്ടം ഇല്ലാതാക്കാൻ അയാൾ ശരിയായ അവസരത്തിനായി കാത്തിരുന്നു. വൈയാൻസി കമ്പനിയിൽ നിക്ഷേപം നടത്തിയതും പണമെല്ലാം നഷ്ടപ്പെട്ടതും പ്രദീപ് മുതലെടുത്തു. അതേക്കുറിച്ച് കുറേ കുറ്റം പറഞ്ഞു. മകനും അച്ഛനെ പോലെ ബുദ്ധിയില്ലാത്തവനാണെന്ന് പറഞ്ഞ് ദേവേന്ദ്രന്റെ മനസ്സിൽ ഋഷിയെക്കുറിച്ച് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി. പ്രദീപിനെ അന്ധമായി വിശ്വസിച്ച അദ്ദേഹം ഋഷിനെ പതിയെ വെറുക്കാൻ തുടങ്ങി. അതിന്റെ അവസാനം ഇപ്പോൾ ഋഷിനും മുത്തശ്ശനും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. ഋഷിൻ ഇത്ര ധൈര്യത്തോടെ തനിക്കെതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ദേവേന്ദ്രൻ തന്റെ വാക്കിംഗ് സ്റ്റിക്ക് വേഗത്തിൽ ചുഴറ്റി. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ നിങ്ങൾക്കാർക്കും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, അദ്ദേഹം അലറി. മുത്തച്ഛ, ഇത് നിങ്ങളാണ് തുടങ്ങിയത്, ഞാനല്ല, അതോർത്തോ, ഋഷി പറഞ്ഞു. കൂടെ ഒരു കാൽ പിന്നോട്ട് വെച്ച് അവൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. എല്ലാവരും പിറകോട്ട് നിൽക്ക്, അവൻ അലറി. കുടുംബാംഗങ്ങൾ എല്ലാവരും കുറച്ച് പിന്നോട്ട് നീങ്ങി സുരക്ഷിതരായി നിന്നു. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് ദേവേന്ദ്രവർമ്മ വടി അവന്റെ നേരെ വീശി. ഋഷിൻ പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഋഷിന് മുത്തച്ഛനെ നന്നായി അറിയാം. കുട്ടിക്കാലത്ത് അദ്ദേഹം ആയോധന കലകൾ ഭൂരിഭാഗവും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും അദ്ദേഹം ആരോഗ്യവാനായി ഇരിക്കുന്നത്. എന്നാലും മുത്തച്ഛനുമായി ഫൈറ്റ് ചെയ്യാൻ അവന് തീരെ താല്പര്യമില്ല. എന്നാൽ ഇപ്പോൾ അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇത് ചെയ്യാതെ നിവൃത്തിയില്ല. അതിനാൽ അവൻ മുത്തച്ഛന്റെ ആക്രമണത്തിൽ നിന്ന് ശ്രദ്ധാപൂർവം ഒഴിഞ്ഞു മാറി. നമ്മൾ നേരിക്കണ്ടിട്ട് കുറച്ച് വർഷമായി. ഈ സമയത്തിനുള്ളിൽ നീ ഇത്ര അഹങ്കാരിയാവുമെന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് എന്താ പറ്റിയെന്ന് ഞാൻ നോക്കട്ടെ. അദ്ദേഹം വീണ്ടും അവന് നേരെ വടിവീശി. ഇപ്പോൾ തോറ്റുകൊടുത്താൽ പിന്നെ ഒരിക്കലും ജയിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിൽ പറഞ്ഞു ഋഷി. എന്നിട്ട് സർവ്വശക്തിയും എടുത്ത് പോരാടാൻ തുടങ്ങി. ആ അവസ്ഥയിലും ഋഷി വെടിയുണ്ട തട്ടിയുണ്ടായ പരിക്കിൽ നിന്ന് ഇത്ര പെട്ടെന്ന് സുഖം പ്രാപിച്ചത് എങ്ങനെയെന്ന് ഭവീൻ അത്ഭുതപ്പെട്ടു. ഇതുപോലെ ഒരാളെ താൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വാടാ, ദേവേന്ദ്രൻ ഋഷിനെ പോരിന് വിളിച്ചു. കാടിന് നടുവിൽ പുലിയും കടുവയും ഏറ്റുമുട്ടുന്ന പോലെ ഒരു കാഴ്ച. കടുവയ്ക്കൽപ്പം പ്രായം തോന്നിയെങ്കിലും യുദ്ധതന്ത്രവും അനുഭവ സമ്പത്തും ധാരാളമായിരുന്നു. ആംബുലൻസ് ഉടൻ വരും, എല്ലാവരെയും വേഗം പുറത്തെത്തിക്കുക, ഭവീൻ തന്റെ ആളുകളോട് ആജ്ഞാപിച്ചു. അവരിൽ ഒരാൾ പോലും ഇവിടെ നിന്ന് പുറത്തു പോരുത്, മറുവശത്ത് നിന്ന് പ്രദീപ് അലറി. ഇന്ദ്രപ്രസ്ഥം ഫാമിലിയും ഭവീന്റെ ആളുകളും തമ്മിൽ പരസ്പരം അടിയായി. അതേസമയം ദേവേന്ദ്രൻ വടി ഉയർത്തി ഋഷിന്റെ തലയിൽ അടിക്കാൻ വന്നു. അവൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയപ്പോൾ വടി തറയിൽ തട്ടി അതിൽ പതിച്ചിരുന്ന കൊത്തുപണികൾ പൊട്ടി. വാക്കിംഗ് സ്റ്റിക്കിന്റെ പിടിയിൽ സിംഹത്തല കൊത്തിയിരുന്നു. അത് പൊട്ടിയപ്പോൾ ഒരു യഥാർത്ഥ സിംഹക്കുട്ടിയായി ഋഷിൻ അയാൾക്ക് മുന്നിൽ നിവർന്നു നിന്നു. മുത്തച്ഛ, പ്ലീസ്, എന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലാക്കരുത്. എനിക്കതിന് ഒട്ടും താല്പര്യമില്ല, ഋഷി പല്ല് ഞെരിച്ച് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഋഷി, നീ അടിപിടിക്ക് ശരിക്കും മിടുക്കനാണ്, നന്നായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിന്റെ പരിധി എന്താണെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ല. ഋഷിന് സംസാരത്തിൽ അല്പം ശ്രദ്ധ തെറ്റി. ഇത്തവണ വടി വീശിയപ്പോൾ അവന്റെ കവിളിൽ തട്ടി. ഋഷി,
ഞാൻ നിന്നെ അടിച്ചാടി അത്രയും ശക്തിയുള്ളതാണ്. എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അടി വാങ്ങിയ ആർക്കും 1 മാസത്തിനുള്ളിൽ വായ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നീ മാത്രം എങ്ങനെ? സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അയാൾ ഹാളിന് ചുറ്റും നോക്കി. തന്റെ കുടുംബത്തിലെ ശക്തരായ എല്ലാ ആണുങ്ങളും ഭവീന്റെ ആളുകളെ നേരിടാൻ കഴിയാതെ അടിയേറ്റ് കിടക്കുകയാണ്. ഈ പ്രായത്തിലും മുത്തച്ഛൻ ഇത്ര നന്നായി ഗുസ്തി കാണിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. ഋഷിൻ അയാളുടെ ശ്രദ്ധ തിരിക്കാൻ പരിഹാസത്തോടെ പറഞ്ഞു. ഈ പ്രായത്തിൽ നിനക്ക് ഈ മനോഭാവം ഉണ്ടാവരുത്. ഈ കുടുംബത്തിന്റെ നന്മയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, ദേവേന്ദ്രൻ പറഞ്ഞു. എന്ത്? ഫാമിലിക്കോ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛൻ അടിച്ചതോ? അങ്ങനെയുള്ള ഈ ഫാമിലിയെ ഞാൻ പരിഗണിക്കണോ? ഋഷിൻ പരിഹാസത്തോടെ ചോദിച്ചു. മുത്തച്ഛൻ ഒരു കാര്യം ഓർത്തോ, എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ കുടുംബത്തിലെ ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല. ഇത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ തീ പടർന്നിരുന്നു. വിഡ്ഢിത്തം പറയുന്നോ? എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് നീ കരുതുന്നുണ്ടോ? ദേവേന്ദ്രവർമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ ശക്തിയോട് മത്സരിക്കാനാവില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാ നിങ്ങൾ ഒരാൾക്ക് ഈ കുടുംബത്തെ മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഋഷിൻ ഭീഷണിയോടെ ചോദിച്ചു. അത് കേട്ട ദേവേന്ദ്രന്റെ നെഞ്ച് പിടഞ്ഞു. എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം അഹങ്കാരിയായോ നീ? വാക്കിംഗ് സ്റ്റിക്ക് മുറുകെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിരലുകൾ വിറച്ചു. അത് അഹങ്കാരമാണെന്ന് വിചാരിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയോ ഇല്ലയോ എന്ന് മാത്രം പറയൂ. ഋഷിൻ ആക്രോശത്തോടെ തന്റെ അടുത്തുള്ള തൂണിൽ ശക്തിയായി ഇടിച്ചു. ഇനിയും നിങ്ങൾക്ക് എന്നോട് അടി കൂടണോ? അവൻ ചോദിച്ചു. ദേവേന്ദ്രൻ ഒന്നും മിണ്ടാതെ നിശബ്ദനായി നിൽക്കുന്നത് ഒരു നിമിഷം നോക്കി നിന്ന് അവൻ പെട്ടെന്ന് തിരിഞ്ഞ് പുറത്തേക്ക് പോയി. ആ നീണ്ട പോരാട്ടത്തിൽ ഒരിക്കൽ പോലും മുത്തച്ഛനെ ആക്രമിക്കാൻ ഋഷി കൈ ഉയർത്തിയിട്ടില്ല. ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും ആലോചിച്ച് നിന്ന ദേവേന്ദ്രൻ ആ തൂണിലേക്ക് നോക്കിയപ്പോൾ അത് 2ആയി പിളർന്നു. വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിന്റെ തകർന്ന മുൻവാതിൽ കണ്ടു. ഋഷി വരുമ്പോൾ അത് തകർത്താണ് അകത്ത് വന്നത്. ആ സമയം ഋഷി മാത്രമേ അതിലൂടെ കടന്നിട്ടുള്ളൂ എന്ന് ദേവേന്ദ്രൻ ഓർത്തു. ഋഷിനെക്കുറിച്ചുള്ള സംശയത്തിന്റെ ആദ്യ വിത്ത് അയാളുടെ മനസ്സിൽ വീണു. അച്ഛാ, എന്താ പറ്റിയേ? എന്താ ഇങ്ങനെ നോക്കുന്നത്? ശില പോലെ അനങ്ങാതെ നിന്ന ദേവേന്ദ്രവർമ്മയെ പ്രദീപ് പിടിച്ചു കുലുക്കി. ഋഷി അവന്റെ ജീവിതത്തിൽ ഒരു വലിയ തെറ്റ് ചെയ്തു. അവൻ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ തുനിഞ്ഞു. അച്ഛ, അവനെ വെറുതെ വിടരുത്. ലക്ഷ്മി ഋഷിയോടുള്ള വെറുപ്പിൽ കിട്ടിയ അവസരം മുതലാക്കി പറഞ്ഞു. പിന്നെ മറ്റവനോ? ആ ഭവീൻ ശങ്കർ. അവൻ ശിവൻകുട്ടിയുടെ പേരക്കുട്ടിയാണെന്ന് വിചാരിച്ച് നമ്മുടെ കുടുംബകാര്യങ്ങൾ ഇടപെടാൻ അവൻ എന്ത് അവകാശമുണ്ട്? അവൻ കാരണം നമ്മുടെ കുടുംബത്തിലെ പലർക്കും അടി കിട്ടി. ഇതിന് മറുപടി കൊടുക്കണ്ടേ? മുത്തച്ഛ, നമ്മുടെ കുടുംബത്തിലെ കുറച്ചു പേര് ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഇവരുടെ നില വഷളാവും. ആ ഋഷി എന്നാൽ എന്ത് മനുഷ്യനാ? പുറത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടുകാരെ അടിച്ചിരിക്കുന്നു. അർജുൻ എരുതിയിൽ എണ്ണ ഒഴിച്ചു. എങ്കിൽ അവരെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ, ദേവേന്ദ്രവർമ്മ ശാന്തനായി പറഞ്ഞു. അയാൾ അപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.